അപ്പം നമ്മൾ ഇന്ന് ഒരു വോയിസ് റെക്കോർഡുമായിട്ടാണ് നമ്മളിന്ന് കളിക്കുന്നത്. നമ്മളിന്ന് 1 ബ്ലോക്കിലാണ് കളിക്കുന്നത്. 1 ബ്ലോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മൈൻക്രാഫ്റ്റ് MCP ഈ 1 ബ്ലോക്ക് 1.19-ലാണ് നമ്മൾ ഈ കളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇന്നത്തെ നമ്മൾ 3 പ്രാവശ്യം ചാവുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളി ഇന്ന് ഓവറാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമുക്കറിയില്ല, നമ്മളത്ര പ്രോ ഒന്നും അല്ല, എന്നാലും നമുക്ക് കാണാം. നമ്മൾ 3 പ്രാവശ്യം തോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഗെയിം ഓവറാണ്. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ 36 സബ്സ്ക്രൈബറായ എല്ലാ ആൾക്കാർക്കും നന്ദി. അപ്പോൾ എല്ലാവരും പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ വലിയ വലിയ യൂട്യൂബറെ പോലെയൊക്കെ ആക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ പൊട്ടിക്കാം. 1 ബ്ലോക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലിച്ചാന്ന് തോന്നുന്നു ഗൈസ്, തന്നെയൊക്കെ പൊട്ടുന്നത്. ഷീപ്പ് ഇത് ഗ്ലിച്ചാന്ന് തോന്നുന്നു ഗൈസ്, തന്നെ പൊട്ടുന്നു. അത് പൊട്ടട്ടെ, ഇച്ചിരി തന്നെ ആകുമായിരിക്കും ചിലപ്പോൾ. അത് മാറുമായിരിക്കും ഗൈസ്, അത് നമുക്ക് ഉപകാരമില്ലേ. നമ്മൾ ചാകാതെ സർവൈവ് ചെയ്യണം ഗൈസ്, ചാകാതെ. ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പംകിൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യണം ഗൈസ്. നമ്മളപ്പോൾ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് അത് മാറി ഗൈസ്, അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ചെസ്റ്റ് ബോൺ മില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റും കൂടെ എടുത്തേക്ക് നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ബോൺമില്ല് വെച്ച് ഞാൻ വെച്ചാൽ ബാക്കി ഇതും കൂടെ പച്ചയാവുമെന്ന് പറഞ്ഞാണ് ഞാൻ ബോൺമില്ല് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എക്സ്പാൻഡ് ചെയ്യാം. അവിടെ ഒരു 2-3 പച്ചപ്പ് പടർന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ ഡേർട്ട് മണിയാണ്. പിന്നെ ഒരു ഷീപ്പ് പിന്നെ ആവശ്യം വരും ഗൈസ്, പിന്നെ ആവശ്യം വരും. നമുക്ക് ബെഡ് ഉണ്ടാക്കണം, ബെഡ്. ഇപ്പോൾ ഇതേ ഒരു പശുവും വന്നു, ഒരു പിഗും വന്നു. ഈ കളിക്കകത്തൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ ഒരു തണ്ടർ സ്ട്രോം ആയിക്കഴിഞ്ഞാൽ ഇടിമിന്നൽ നമ്മുടെ തലയെ മാത്രമേ വന്ന് വീഴത്തുള്ളൂ. തണ്ടർ സ്ട്രോം വന്നാൽ നമ്മുടെ തലേന്ന് പറഞ്ഞാൽ തലേ തന്നെ വന്ന് വീഴും. ചത്തിട്ട് നമ്മളെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ കവറൊക്കെ ചെയ്ത് വെക്കണം. തന്നെയാണ് നമുക്കത് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. തണ്ടർ സ്ട്രോം വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് വെക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ 1 ബ്ലോക്കിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു തീർന്നില്ല ഗൈസ്, 1 ഡേ തണ്ടർ സ്റ്റോം. ഇനി നമുക്ക് കുറേ ഇത് മണ്ണ് കാറ്റിയായിട്ട് മണ്ടക്കോട്ട് ബിൽഡ് ചെയ്യണം. മണ്ടയ്ക്ക് എന്തെങ്കിലും വെക്കണം ഗൈസ്, ഈ തലേ തന്നെ വന്ന് വീഴും. നമുക്ക് ഇച്ചിരി കൂടെ മണ്ണ് കട്ട് ചെയ്യാം ഗൈസ്. ഷീപ്പ് നമ്മളെ വിട്ട് പോകുന്ന കാര്യം നോക്കുന്നില്ലല്ലോ. ഈ ഷീപ്പ് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതേ ഇടയ്ക്ക് കയറുവാണെങ്കിൽ നിന്നെ തള്ളി തറയിടും. ഉള്ള കാര്യം പറയുക. ആണ് എന്നെ നോക്കുന്നു. എന്താ ആണ് പശു ഇതിൻ്റെ കൂടെ കുറേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അടുത്ത പിഗും ഉണ്ട്. നമുക്ക് എന്തായാലും ആടിന് ആവശ്യം വരും, കട്ടിലുണ്ടാക്കണം. തണ്ടർ സ്റ്റോം ആവാനാണ് വരുന്നത്. ആണ്ട് ഇടി വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഇതുണ്ടാക്കാം ഗൈസ്, ഇച്ചിരി പ്ലാറ്റ്ഫോം എക്സ്പാൻഡ് ചെയ്യാം. അവിടെ എവിടെയോ ഇടി വെട്ടിയിട്ടുണ്ട്, ഞാൻ കേട്ട് ഗൈസ്. നമുക്ക് ഇച്ചിരി കൊണ്ട് ബിൽഡപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏരിയ ഇച്ചിരി കൊണ്ട് എക്സ്പാൻഡ് ആവും. അതേ നമ്മുടെ ഷീപ്പ് നിൽക്കുന്നത്, നമ്മുടെ കൗ ചിലപ്പോൾ താഴെ പോടാർക്കുക. പോകാൻ പറഞ്ഞപ്പോഴത്തേനും പോയി ഗൈസ്. എൻ്റെ നാക്കുണ്ട്, കരുനാക്കാണ് ഗൈസ്, കരുനാക്ക്. പോകാൻ പറഞ്ഞപ്പോഴത്തേനും പോയി. RIP കൗ. എല്ലാവരും കമൻറ്റ് RIP കൗ എന്ന് അടിച്ചു കൊടുക്കുക ഗൈസ്. ഇത് നമ്മുടെ ബ്ലോക്ക് നമുക്ക് പൊട്ടിക്കാം. ഇതല്ലേ ഗൈസ്, എന്നാൽ ഇതായിരിക്കും. എന്നാൽ ഇത് പൊട്ടിക്കാം ഗൈസ്. ഇതുമല്ല ഗൈസ്, എന്നാൽ ഇതായിരിക്കും. ഇതാണ് കറക്റ്റ് ബ്ലോക്ക്. നമുക്ക് അടയാളം വെക്കണം ഗൈസ്. ഇനി നമ്മളെ ഏതെങ്കിലും വേറെ വല്ല കട്ടവലും പൊട്ടിക്കാൻ പോകും. കുറേ ഡേർട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഷെൽട്ടർ പോലെ മണ്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക, ഡാൻസ് കളിച്ചുകൊണ്ട് പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഷീപ്പ് കയറി വരുന്നത്, ചെറുക്കം മാറി കയറി എറിയും. എനിക്കെന്താ ഓണ്ടൊരു സ്ട്രൈക്ക് തണ്ടർ സ്ട്രൈക്ക്. മോനെ നമുക്ക് ഡെട്ട് വെച്ചിട്ട് ഇതുണ്ടാക്കാം. ഫസ്റ്റ് വെച്ചിട്ട് ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കണം. പിന്നെ ഡെട്ട് വെച്ച് നമുക്കിതുണ്ടാക്കാം. നമ്മൾ ഡെട്ട് വെച്ച് ഉണ്ടാക്കുവാണ്. ഫസ്റ്റ് അവിടെ എന്തോ അടിച്ചു, അവിടെ ആരോ എന്തോ ഒരു മൃഗത്തിനെ അടിച്ചു. ഷീപ്പിനെ അല്ലായിരിക്കും, ബാക്കി പിഗിനെ വല്ലതാണെങ്കിൽ പിഗ്ലിനാവും, പിന്നെ സിങ്ങിനാവും. ഉച്ചർക്കം നോക്കുന്നുണ്ടോ? പിന്നെ ഒരാട്, ഇവനെ പിന്നെ ഉപയോഗിക്കാം. 3 ആട്ടെ നമുക്ക് ഷീപ്പ്. ഹേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്കിത് കുറേ ക്ലേ ഉണ്ട് ഗൈസ്, എന്തിനാ അറിയത്തില്ല. കുറേ ക്ലേ കിട്ടുന്നുണ്ട്.
എനിക്കൊരിതിപ്പോൾ ജംഗിളായിരിക്കും നടക്കുന്നത്, ജംഗിൾ. നമുക്കപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് പ്ലാങ്ക്സ് ഉണ്ടാകാം. എന്നിട്ട് നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇതിൽ കുറച്ച് സ്റ്റിക്കും ഇത് നമുക്കിനി ക്രാഫ്റ്റ് ചെയ്യാൻ കേസ് എന്തെങ്കിലും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. എന്തോ ക്രാഫ്റ്റ് ചെയ്യണം. പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഇവിടെ പിക്കാക്സ് പോലെ ഞാനിതെന്തോ ഉണ്ടാക്കി. ഇവിടെ ഷീപ്പിൻ്റെ ഷീപ്പ് 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, 2 എണ്ണത്തിനും കാണുന്നില്ലല്ലോ. അയ്യോ, ഇനി ഞാൻ കട്ടിലുണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് 2 എണ്ണത്തിന് അവിടെ വെച്ചിട്ട് 2 എണ്ണം എവിടെ പോയി? ഇത് മഷ്റൂം. ഇനിയെങ്കിലും അവിടെ കാണാൻ നിൽക്കണേ. ഇനി നമുക്ക് ഈ പിക്കാക്സ് എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. ഈ സാധനം നമുക്ക് ആവശ്യം വരിക. നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് നമ്മളിപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കി. ഇവിടെ പൊട്ടി മുളച്ച് വന്ന് ഇനി താഴെ പോയി ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ എനിക്ക് ഇടിയാ. നമ്മളെല്ലാവരും ഇടി എന്നുള്ള ഇമോജി ഇടുക. നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ ബീട്രൂട്ട് 20 ബീട്രൂട്ട് കിട്ടി. പിന്നെ സാപ്ലിംഗ് ഉണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, നമുക്ക് ആർക്കറിയാം എന്തിനാന്ന്. നമ്മളിപ്പോൾ ചെസ്റ്റ് അടുത്ത് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും ബീട്രൂട്ടും സാപ്ലിങ്ങും. ഇത് കൊച്ചൊക്കെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ ജംഗിളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം. നമ്മൾ ജംഗിളിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഫോറസ്റ്റിലാണ്. പിന്നെ നമ്മൾ KFC പോകും, പിന്നെ ജംഗിളിൽ പോകും. അങ്ങനെയൊക്കെ സീൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും ഒരു കാവ് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ നമ്മുടെ പിഗ് നമുക്ക് അവനെ അയച്ച് അറിയിട്ടേക്കും. ചിലപ്പോൾ അവന് പണി അറിയാൻ ചാൻസ് ഉണ്ട്.